ഹായ് ഡിയേഴ്സ്, ഞങ്ങളുടെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി തയ്യാറായി നിന്നിട്ടാണ് ഉള്ളത്. ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിന്നതാ. അപ്പോൾ വണ്ടി വരെ ലേറ്റായി, 7 മണിയൊക്കെ ആയി. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മൂകാംബിക ക്ഷേത്രമാണ് കേട്ടോ. ആമിനി ലച്ചുവിന് അരിയിൽ എഴുതിക്കാനാണ് പോകുന്നത്. പിന്നെ ഒരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ട്രിപ്പിന് പരമാവധി യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ 2 സ്ഥലം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മുരുടേശ്വരവും പിന്നെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ. വഴിക്കുന്നിതാ ഓരോരാളെയായി പിക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 13 സീറ്റിലെ ഒരു ട്രാവലറിലാണ് കേട്ടോ നമ്മുടെ യാത്ര. ഈ ഒരു യാത്രയിൽ നമ്മുടെ വണ്ടീൻ്റെ ചാർജ്, അതായത് വണ്ടിക്ക് ചിലവായ പൈസ എന്ന് പറഞ്ഞാൽ 19,000 രൂപയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം കൂടി അറിയണ്ടേ. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ പെരിയച്ചൂർ എന്നാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര്. അപ്പോൾ ഇവിടെ നിന്നും പോയി വരാനെടുത്ത റേറ്റാണ് കേട്ടോ 19,000 രൂപ. ഈ ഒരു ട്രിപ്പിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഞാനും നികേശാനും, നമ്മളെ അച്ഛനമ്മമാർ, പിന്നെ എൻ്റെ ഏച്ചി, ഏട്ടൻ, എൻ്റെ വൈഫ്, പിന്നെ നെയ്ബേഴ്സും കൂടിയാണ്. മൂകാംബികയിലേക്കുള്ള മെയിൻ ഗേറ്റാണ് കേട്ടോ ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പം കുട്ടികളാകാത്ത സ്ത്രീകൾ തൊട്ടിലേട്ടി പ്രാർത്ഥിച്ച കുട്ടികളാവുന്നുള്ള ഒരു അമ്പലമാണോ എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു സ്ഥലം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. പിന്നെ ഇതൊരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ റൂമിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 1200 രൂപയാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ 2-3 ഹോട്ടലിലും കൂടി അന്വേഷിച്ച് നോക്കി. പിന്നെ ലാസ്റ്റ് ഫിക്സ് ചെയ്തത് ഈ ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ 3ാമത്തെ നിലയിലാണ് നമ്മൾ റൂമിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 800 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മേലേന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുടജാദ്രി മലയും കൂടി കാണുന്നുണ്ട്. ഇനി നമുക്ക് റൂമൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ 800 രൂപയ്ക്ക് നല്ല അടിപൊളി റൂമാണ് കേട്ടോ. നല്ല വെള്ള ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ TV ഉണ്ട്, ടേബിള്, മിററ്, നല്ലൊരു ബാത്റൂം, ചൂടുവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി റൂം തന്നെയാണ് കേട്ടോ 800 രൂപക്ക്. പിന്നെ AC വേണമെങ്കിൽ കുറച്ചും കൂടി റേറ്റ് ആകും. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിത് മൂകാംബിക ക്ഷേത്രത്തിൽ വന്നിട്ടാണ് ഉള്ളത്. ഉച്ചക്ക് രാത്രിയിൽ ഇവിടെ തന്നെ ഫുഡ് ഉണ്ട് കേട്ടോ. പിന്നെ സൺഡേ ആയതുകൊണ്ടാത്തൊന്ന് കുറച്ചധികം തിരക്കുണ്ട്. പിന്നെ നമ്മൾ കുടജാദ്രി പോകണമെന്നുള്ള ഒരു ഇതും കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ലേറ്റ് ആകുമെന്ന് വിചാരിച്ച് ഹോട്ടലിൽ വന്നാണ് ഫുഡ് കഴിച്ച്. ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ജീപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ കുടജാദ്രിയിലേക്ക് പോകാനായിട്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എത്താൻ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. കുടജാദ്രി പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ടൈമെല്ലാം ഒരുപാട് വേസ്റ്റായി പോയേ. പിന്നെ ഇതാ നമ്മൾ സൗബർണിക നദി ഒന്ന് കാണാമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ അപായം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഒരുപാട് കുരങ്ങന്മാരുണ്ട്. നമ്മൾ കയ്യിൽ എന്ത് കണ്ടാലും അത് തട്ടിപ്പറിക്കാനാണ് ശ്രമിക്കുന്നത്. ഫോൺ വരെ എടുത്തു കൊണ്ടുപോകാനേ പറ്റില്ലേ. കുടജാദ്രിയിലേക്കുള്ള ജീപ്പിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ 3500 രൂപയാണ്. 8 ആൾക്ക് ഒരു ജീപ്പ് പോകാം. അതിൽ കുറവാണെങ്കിലും 3500 രൂപ തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കുള്ളിൽ എത്താൻ ശ്രമിക്കുക. വരെയൊക്കെ ജീപ്പ് ഉണ്ട്. പക്ഷെ 1 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളൊക്കെ കുറഞ്ഞ് നമുക്ക് പോകാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ലേ. സൗബർണിക നദീൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം റൂമിൽ പോയി ഒന്ന് വൃത്തിയായതിന് ശേഷം ഇത് നമ്മൾ വീണ്ടും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡിലൊരു രഥം കൂടിയുണ്ട്. ഇവിടുത്തെ പ്രധാന നേർച്ച എന്ന് പറഞ്ഞാൽ പൂവും പട്ടുവാണെന്നാണ് തോന്നുന്നത്. ഇത് പുറത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ വാങ്ങിയിട്ടുണ്ട്. അമ്പലത്തിനുള്ളിലേക്ക് കയറലാണ്. അമ്പലത്തിൻ്റെ മുൻവശമാണ് കേട്ടോ ഇത്. അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് വലിയൊരു വിളക്കുണ്ട്. അപ്പോൾ വൈകുന്നേരം ഇതാ ദീപമൊക്കെ തെളിയിച്ചിട്ട് കാണാൻ നല്ലൊരു ഐശ്വര്യമുണ്ട്. പിന്നെ ആമിക്കാണ് എവിടെ വന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഉള്ളത്. ലച്ചു ആണെങ്കിൽ ഉറങ്ങിപ്പോയി. വഴിപാട് കഴിപ്പിച്ച പ്രസാദം ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങേണ്ടത്. അതായത് നമ്മൾ ഏറ്റവും ഉള്ളിൽ പ്രാർത്ഥിച്ച ശേഷം ഇറങ്ങി വരുന്ന സ്ഥലത്താണ് ഇതുള്ളത്. ചേച്ചിക്ക് ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രസാദമായിട്ട് ആപ്പിളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് നമ്മൾ വരുന്നെന്ന് കയറുന്ന സമയത്ത് നല്ല തിരക്കായി, കുഞ്ഞ് കരച്ചിലായി. അപ്പോൾ അവളെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് കുറച്ച് തിരക്ക് കുറഞ്ഞ സമയത്താണ് കേട്ടോ അവളെ കയറ്റിയത്. ആ ഒരു സമയത്ത് ദേവീൻ്റെ അടുക്കുന്ന കിട്ടിയ ഒരു പ്രസാദാട്ടാണ്. ഇവിടെ വിളക്ക് നേർച്ചയും കൂടിയുണ്ട്. പിന്നെ അമ്പലത്തിൽ തന്നെ ഫുഡുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോക്കാണ്. വരി നിൽക്കുന്ന സമയത്ത് ക്ഷീണാവുന്നതുകൊണ്ടാണ് തോന്നുന്നു ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടുത്തെ ഭക്ഷണ രീതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്യൂ നിന്ന് പ്ലേറ്റ് എടുത്ത് ചോറും കറിയും വാങ്ങി പച്ചരി ചോറാട്ടാ. പിന്നെ അതിന് ശേഷം വേണ്ടിക്ക് മോരുണ്ട്. പിന്നെ അതുപോലെ തന്നെ പായസം ലാസ്റ്റിൽ കുടിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിലത്തിരുന്നിട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ട് അങ്ങനെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ വയ്യാത്തവർക്ക് അതൊന്നും ഡെസ്കും ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്തെത്തിയിട്ടുണ്ട്. ഒരു പാനിപ്പൂരി കഴിക്കാൻ നോക്കലാട്ടാ. എന്താ ടേസ്റ്റ് എന്നറിയാം. നല്ല അടിപൊളി പാനിപ്പൂരിയാണേ.
അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഉറക്കൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി രാവിലെ വീണ്ടും അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മെയിനായിട്ടുള്ള അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി. ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാം. ആദ്യം നമ്മൾ അമ്പലത്തിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് വരി നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വരുത്താണേ. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ആമീനിൽ അച്ഛനെ അരിയിലെഴുതിക്കാൻ പോയത്. അപ്പോൾ ഏകദേശം ഒരു 4-5 കുട്ടികൾ ഒന്നിച്ചിരുന്നിട്ടാണ് കേട്ടോ അരിയിലെഴുതുന്നത്. ആദ്യം നമുക്ക് എല്ലാവർക്കും അവർ അരിത്തട്ടൊക്കെ തരും. ശേഷം അവർ കുറച്ച് ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഏറ്റു പറയുക വേണ്ടേ. അതിനുശേഷം നമ്മൾ അവർ പറയുന്ന പോലെ തന്നെ കുട്ടികളെ കൈ പിടിപ്പിച്ചിട്ട് അരിയിൽ എഴുതിക്കുക. അപ്പോൾ അരിയിൽ എഴുതുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റൊരു തവണയേ അവർ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. പിന്നെ അരിത്തട്ടൊക്കെ തിരിച്ചു കൊടുത്തേ ശേഷം നമ്മളെ കുട്ടികളുടെ നാവിൽ സ്വർണ്ണമോതിരം കൊണ്ട് ഓം എഴുതി കൊടുക്കുക വേണ്ടത്. അതിനുശേഷം അവർ എല്ലാ കുട്ടികൾക്കും പൊട്ടൊക്കെ തൊട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ദക്ഷിണ കൊടുത്തിട്ട് അവരെ കാൽ തൊട്ട് വന്നിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നേ. പിന്നെ അരിയിൽ എഴുതിക്കാൻ വേണ്ടി രാവിലെ വന്ന് നമ്മൾ ടോക്കനൊക്കെ എടുത്തു വെക്കണം. ഏകദേശം 7 മണിക്ക് അരിയിൽ എഴുതിക്കൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എൻഡിങ് ടൈം അറിയില്ലേ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഉള്ളിലല്ലേ ഫസ്റ്റ് പ്രാർത്ഥിച്ചേ. ഇനി നമുക്ക് പുറത്ത് അമ്പലത്തിന് ചുറ്റും ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കണം. ഓരോ രൂപത്തിന് മുന്നിലായിട്ട് ഇതുപോലെ മണികളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മണി അടിച്ചിട്ട് പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ ഓരോ പ്രതിഷ്ഠേൻ്റെ ഇടയ്ക്കും പിന്നെ നമ്പൂതിരിമാരും ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് പ്രസാദം വാങ്ങുകയും കൂടി ചെയ്യാം. രാവിലെ നമ്മൾ എല്ലാവരും ഒന്നിച്ചൊന്നുമല്ല കേട്ടോ പ്രാർത്ഥിക്കാൻ പോയേ. അതായത് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആകുമോ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഒന്നിച്ച് റൂമിലെത്താന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ പോയത്. പിന്നെ ഇവിടെ മുന്നിലായിട്ട് ഒരു നന്ദീൻ്റെ പ്രതിമയുണ്ട്. അച്ഛനും മോളും എന്താണെന്നറിയില്ല എന്തോ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിന് ചുറ്റുമായിട്ടും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് നല്ലൊരു രഥം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിതാ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങിയാണ്. രാവിലെ ഭക്ഷണം കഴിക്കാതെ വന്നുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ചായയൊക്കെ കുടിച്ച് പിന്നെ ഇതാ ഇവിടെ പാദസരത്തിനൊക്കെ പൈസ എന്ന് പറഞ്ഞാൽ 60, 100, 120 രൂപയാണ് കേട്ടോ. ഒരുപാട് കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ റേറ്റും കുറവാണ്. ഞാൻ മുന്നേ ഗുരുവായൂർ പോയ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഗുരുവായൂർ പോയ സമയത്ത് ഇതിനേക്കാൾ നല്ല റേറ്റാണ് എനിക്ക് തോന്നി. ഇവിടെ നല്ല റേറ്റ് കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാധനമൊക്കെ വാങ്ങുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മളിതാ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അടുത്ത അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ മുരുടേശ്വരത്താണ് എത്തിയിട്ടുള്ളത്. വീണ്ടും ഇതാ നമ്മളെ പ്ലാനിങ് എല്ലാം തെറ്റിയിട്ടുണ്ട്. നമ്മൾ എത്തിയത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കാനാകാത്ത വെയിലാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നുകിൽ രാവിലെ അല്ലെ വൈകുന്നേരം ആ ഒരു സമയത്ത് വരാൻ ശ്രമിക്കുക. സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്നല്ലാണ്ട് നല്ല എൻജോയ് ചെയ്ത് നിൽക്കാൻ നമുക്ക് ഈ ഒരു ഉച്ച വെയിലിന് അങ്ങനെ പറ്റൂലല്ലോ. പിന്നെ നമ്മളെ ഡ്രൈവർ പറഞ്ഞത് ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നല്ലോ ഇത്. അതുകൊണ്ട് തന്നെ സൺഡേ നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം ഇവിടെ നല്ല തിരക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ആ ഒരു യാത്ര ഒഴിവാക്കി ഈ ഒരു സമയത്ത് വരുന്ന രീതിയിലാക്കിയത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തി നോക്കുമ്പോൾ ഇത് തിരക്കൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. വെയിലില്ലാതെ രക്ഷപ്പെടുകയല്ലോ എന്നാണ് കേട്ടോ മനസ്സിലുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലേക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കാണാനുണ്ട് കേട്ടോ. അതിന് വേണ്ടി ടിക്കറ്റ് എടുക്കണേ. ചെറിയൊരു പൈസ കേട്ടോ ആകുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ശില്പങ്ങളാട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ AC ആണ് കേട്ടോ. അപ്പോൾ പുറത്തുള്ള ആ ഒരു ഉച്ച സമയത്തെ ചൂട്, അപ്പോൾ ആ ഒരു ചൂടിന് ഉള്ളിൽ കയറി നോക്കുമ്പോൾ സ്വർഗം കിട്ടിയ പോലെയുണ്ട്. പിന്നെ ഒരുപാട് ലെങ്ത്തിലായിട്ട് ഇവർ ഈ ഒരു ശില്പങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുള്ള് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോക്ക് ലെങ്ത്ത് കൂടുമല്ലോ. അതുകൊണ്ട് ഫുള്ളൊന്നും കാണിക്കുന്നില്ലേ. പിന്നെ ഇവിടെ ഇടക്കായിട്ട് ഒരു വെന്റിലേറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ബിൽഡിങ്. ഇനി നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാം. അപ്പോൾ പുറത്തിറങ്ങാനേ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. എത്രയും സമയം AC-ലിരുന്നിട്ട് ആ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു ചൂട്. അങ്ങനെ അതൊക്കെ കണ്ട് എല്ലാവരും പുറത്തിറങ്ങി. പിന്നെ ശിവൻ്റെ ഒരു വലിയ പ്രതിമ അതാ ഇവിടുന്ന് ശരിക്ക് കാണാം. അത് മാത്രമല്ല ഇതിൽ ചുറ്റും നടന്ന് ഫുള്ളായിട്ടും കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ക്ഷേത്രമായിട്ടാ. ഈ ക്ഷേത്രത്തിലൊന്ന് തൊഴുതിറങ്ങി. പിന്നെ ഇതാ ചൂടായതുകൊണ്ട് നമ്മളിത് ഐസൊക്കെ കഴിക്കലാണ് എല്ലാവരും കൂടിയിട്ട്. ഇനി നമുക്ക് അടുത്തത് ബീച്ചിലോട്ടൊക്കെ കേട്ടോ പോകേണ്ടത്. ഒരു ബീച്ചും കൂടിയുള്ളൊരു അമ്പലമാണല്ലോ ഇത്. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാ നല്ല ഹൈറ്റിലാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയ സ്ഥലം
നല്ലൊരു രസമാട്ടോ അവിടെ കയറി കഴിഞ്ഞാൽ. നമുക്ക് വെള്ളത്തിൻ്റെ മുകളിലോട്ട് ഒന്ന് നടന്നല്ലോ. ഇത് ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഒരു പേടിയൊക്കെ തോന്നിയെങ്കിലും പിന്നെ കുറച്ച് ദൂരം നടന്നപ്പോൾ അതൊക്കെ അങ്ങ് മാറി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ കാഴ്ച. പിന്നെ ഉച്ചക്കത്തെ ആ ഒരു വെയിലിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ് മാത്രം. കുറച്ച് മുന്നോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ഇതാ ചതുരം പോലെ കുറച്ചുകൂടി വീതിയിൽ നമുക്ക് നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതാ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ നോക്കലാണ്. ഇവിടെയൊക്കെ പച്ചരി ചോറാണ് കേട്ടോ. പിന്നെ തൈരുണ്ട്, കറി, വറവ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഭക്ഷണമാണ്. കുറേ സമയമായല്ലോ ഇങ്ങനെ ഇരുന്ന് പോകുന്നത്. അപ്പോൾ അതിനൊരു സുഖമില്ലല്ലോ. ഒരു യാത്രയൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊരു ഡാൻസ്, പാട്ട് അതൊക്കെ വേണ്ടേ. അപ്പോൾ കുറച്ച് സമയം പാട്ട് പാടാനൊക്കെ നോക്കി എല്ലാവരും 2-3 പാട്ടൊക്കെ പാടി. പിന്നെ ഇതാ കുറച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാട്ടോ എത്തിയത്. മുരുടേശ്വരം മൂകാംബികയും 1-2 തവണ വന്നതുകൊണ്ട് തന്നെ ഏകദേശമൊക്കെ അറിയായിരുന്നേ. പിന്നെ ഈ ഒരു ഉടുപ്പി ക്ഷേത്രത്തിനെ പറ്റിയിട്ട് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ. തിങ്കളാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയില്ല, തിരക്കൊക്കെ നല്ല കുറവേനു. പിന്നെ നമ്മളും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി അറിയാത്തതുകൊണ്ട് തന്നെ ഫോണൊക്കെ എങ്ങനെയാണ് ഇലവിടാന്നോ ഒന്നും അറിയാത്തതുകൊണ്ട് ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും കാണിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ ലാസ്റ്റത്തെ സ്ഥലവും കണ്ട് ഇനി വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റായിട്ട് പറയണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.